ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ വചനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. റോമർ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങളെ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അല്പസമയം അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. വചനം പറയുന്ന അടിയന്റെ നാവിനെയും കേൾക്കുന്ന നിന്റെ മക്കളെയും വചനത്താൽ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തീയ ജീവിത ശൈലി. ക്രിസ്തീയ ജീവിത ശൈലി. ഇന്ന് ഓരോ ദിനത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്താവിഷയമാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിത ശൈലിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടതയുടെയും സഹനത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നോമ്പുകാലം. ക്രൂശോളം സ്വയം വിനയപ്പെട്ട് തന്നെത്താൻ താഴ്ത്തി നമുക്ക് തന്ന സ്നേഹമാണ് ക്രൂശുമരണം. 1-ാം ദിനം മുതൽ ഓരോ ദിവസത്തെയും ചിന്താവിഷയം നോക്കിയാൽ അത് ഇപ്രകാരമാകുന്നു: രൂപാന്തരം, പുതിയ സൃഷ്ടി, ഊഷ്മള ബന്ധത്തിലേക്കുള്ള വിളി, ക്രിസ്തീയ ജീവിത ശൈലി. നമുക്ക് ഈ അനുഭവത്തിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരായിരിക്കണം. അവ ഇപ്രകാരമാകുന്നു: സ്നേഹം, ദയ, കരുണ, വിനയം, സൗമ്യത, ദീർഘക്ഷമ, നന്മ, വിശ്വാസം. ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഈ ഫലങ്ങൾ നമ്മുടെ ഉപയോഗിക്കാൻ സാധിക്കുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൊണ്ട് മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രയോജനമുള്ളവരാണ് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം നമുക്ക് മറ്റുള്ളവരോട് കരുണ ചെയ്യുവാൻ സാധിക്കുന്നു, വിനയമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1-ാം ദിനത്തിൽ ഇപ്രകാരം നമ്മൾ പഠിച്ചു: കാനാവിലെ കല്യാണത്തിന് യേശു കർത്താവ് വെറും വെള്ളത്തെ രുചിയും മണവും മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും പകർന്നു നൽകുന്ന വീഞ്ഞാക്കി മാറ്റുന്നു. ഈ ദിനങ്ങളിൽ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനയാലും ഉപവാസത്താലും രുചിയും മണവും മറ്റുള്ളവർക്ക് പ്രയോജനവും മറ്റുള്ളവർക്ക് സന്തോഷവും പകർന്നു നൽകുന്ന ജീവിതങ്ങളായി ജീവിക്കുവാൻ നമുക്കും ക്രിസ്തീയ ജീവിത ശൈലി ജീവിക്കാൻ നമുക്കും സാധിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറകളിൽ നിന്ന് പരിശുദ്ധാത്മ ഫലങ്ങൾ ഇല്ലാതാക്കുകയാണ്. പകയുടെയും വിദ്വേഷത്തിന്റെയും സ്നേഹമില്ലായ്മയും കാരണം കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കുടുംബ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മക്കളെ നമുക്ക് ക്രിസ്തീയ ജീവിതശൈലിയിൽ വളർത്തുവാൻ കഴിയണം. ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ സൃഷ്ടിയാകുവാൻ, ഒരു പരിശുദ്ധാത്മ ഫലങ്ങൾ ഉള്ളവരായി ക്രിസ്തീയ ജീവിത ശൈലിയിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ളൊരു ജീവിതം നയിക്കുവാൻ, നമ്മുടെ മക്കൾക്ക് മാതൃകയുള്ളൊരു ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ, രുചിയും മണവും സ്നേഹവും സന്തോഷവും നൽകുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകണം. അതിന് ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.